എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മഴക്കാലത്തെ സ്കൂൾ കോളേജ് അവധികൾ തീരുമാനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തെല്ലാമെന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മഴക്കാലത്ത് സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിക്കുന്നതും ചിലപ്പോൾ പ്രൊഫഷണൽ കോളേജുകളെ ഒഴിവാക്കുന്നതുമെല്ലാം കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കാണ് ഇതിലേറ്റവും മുൻഗണന നൽകുന്നത്. ജില്ലാ കളക്ടർമാർ അവധി നിശ്ചയിക്കുന്നതിന് പിന്നിലെ പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ താഴെ പറയുന്നവയാണ്. കാലാവസ്ഥാ പ്രവചനവും അലർട്ടുകളുമാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകളാണ് കളക്ടർമാർ പ്രധാനമായിട്ടും നോക്കുന്നത്. റെഡ് ഓറഞ്ച് അലർട്ടുകൾ അതിശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ ഭൂരിഭാഗം സാഹചര്യങ്ങളിലും അവധി പ്രഖ്യാപിക്കുന്നതാണ്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം സംസ്ഥാന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികളുടെ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. പ്രാദേശികമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. കേവലം മഴയുടെ അളവ് മാത്രമല്ല കളക്ടർമാർ നോക്കുന്നത്. വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും റോഡുകളിലും സ്കൂൾ പരിസരങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ യാത്രാ തടസ്സങ്ങൾ, മണ്ണിടിച്ചിൽ ഭീഷണി, പാലങ്ങൾ മുങ്ങുക, KSRTC അടക്കമുള്ള പൊതുഗതാഗതം തടസ്സപ്പെടുക തുടങ്ങിയ സാഹചര്യങ്ങൾ. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നത്. പല സ്കൂളുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് പ്രവർത്തിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്കൂളുകൾക്ക് പ്രാദേശികമായിട്ട് അവധി നൽകുന്നതാണ്. എന്നാൽ എപ്പോഴാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി നൽകുന്നതെന്ന് പരിശോധിക്കാം. അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും കാരണം വൻതോതിൽ മരങ്ങൾ വീഴുകയോ ഗതാഗതം പൂർണ്ണമായിട്ട് സ്തംഭിക്കുകയോ കോളേജുകളിൽ വെള്ളം കയറുകയോ ചെയ്യുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിക്കുന്നതാണ്. തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. സാധാരണയായിട്ട് തലേ ദിവസം രാത്രി 9 മണിയോടുകൂടി അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് മുൻപ് കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാറുണ്ട്. തഹസീൽദാർമാർ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് ലഭിക്കുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർമാർ ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ചുരുക്കത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ മുതിർന്ന വിദ്യാർത്ഥികളുടെ പഠനം മുടങ്ങാതിരിക്കുകയും ചെയ്യുക എന്നൊരു ബാലൻസിംഗ് ആണ് കളക്ടർമാർ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.